പീരീഡ്സ് ആവേണ്ട ഒരു നോർമൽ ഏജ് കുട്ടികളായിരുന്നു. ഒരു 9 തൊട്ട് 12 വയസ്സിനകം വരാം എന്നാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല. 9 അല്ല, ഒരു 10 വയസ്സ്, 9 വയസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് എബ്നോർമൽ എന്ന് പറയും. 10 തൊട്ട് 15 വയസ്സിനിടയ്ക്കാണ് ഈ മാസക്കുളി വരേണ്ടത്. അപ്പോൾ 15 വയസ്സ് വരെ മാസക്കുളി വന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ലക്ഷണങ്ങളൊന്നുമില്ല. അതായത് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് മാറിടം വളർന്നു തുടങ്ങും, കക്ഷത്തും പിന്നെ ഗുഹ്യഭാഗത്തുമൊക്കെ രോമം വളർന്നു തുടങ്ങും. അപ്പം അങ്ങനത്തെ ഒരു എവിഡൻസും അവർക്കില്ല, ഒരു തെളിവും അവർക്കില്ല. തീർച്ചയായിട്ടും 15 വയസ്സിൽ തന്നെ അവരെ ടെസ്റ്റുകൾക്ക് വിധേയരാക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളത്, ഈ അണ്ഡാശയം പ്രവർത്തിക്കാത്തത് കൊണ്ട് നമുക്ക് മാസക്കുളി വരാതിരിക്കാം. കാര്യം ഗർഭപാത്രത്തിൻ്റെ അകത്തെ പാട വളരണമെങ്കിൽ അണ്ഡാശയം പ്രവർത്തിക്കണം. അപ്പം അണ്ഡാശയം പ്രവർത്തിക്കുന്നില്ലായിരിക്കാം. അണ്ഡാശയം ഇല്ലാത്തത് കൊണ്ടാണോ അത് പ്രവർത്തിക്കാത്തത്, അതോ മുകളിൽ നിന്നാണ് ഓർഡർ വരേണ്ടത്? ഈ അണ്ഡാശയത്തിനോട് സമയമായി, കുട്ടിക്ക് ഈ പ്രായമായി, നീ പ്രവർത്തിച്ചു തുടങ്ങൂ എന്ന് മുകളിൽ നിന്ന് ബ്രെയിൻ ഒരു ഓർഡർ കൊടുക്കണം, ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി. അതോ ഇവർക്ക് അണ്ഡാശയവും ബ്രെയിനും ഒക്കെ നോർമലാണ്, യൂട്രസ് ഇല്ലേ? അതോ യൂട്രസ് ഉണ്ടെങ്കിൽ വരാനുള്ള വഴി വെജൈന അടഞ്ഞിരിക്കുകയാണോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അതിപ്പോൾ മാറിടവും വന്ന് രോമവളർച്ചയും ഉണ്ടെങ്കിൽ ബ്രെയിനും നോർമലാണ്, അണ്ഡാശയവും നോർമലാണ്. അപ്പോൾ പ്രശ്നം യൂട്രസിലാണോ, യൂട്രസ് ഇല്ലാത്തതാണോ? അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 14 വയസ്സ് കഴിയുമ്പോഴേക്കും വന്നില്ല എന്നുണ്ടെങ്കിൽ 15 വയസ്സിൽ ഡോക്ടറെ കാണണം.